വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സേവ് മണി എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് എങ്ങനെ മണി സേവ് ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഇൻകം എങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ട് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻകം എത്രത്തോളം നമുക്ക് ഇൻകം ഉണ്ട്, മന്ത്ലി ഇൻകം എത്ര ഉണ്ട്, അതേപോലെ എക്സ്പെൻസ് അതിലിപ്പം 50,000 ആണ് നമ്മളെ സാലറി, ഇല്ലെങ്കിൽ 30,000 ആണ് നമ്മളെ സാലറി എന്ന് വെച്ചാൽ അതിൽ എത്രയാണ് നമ്മളെ ഇൻകം എന്നും അതിൽ എത്ര നമുക്ക് എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ആദ്യം നോക്കുക, നമ്മൾ മന്ത്ലി സാലറി വാങ്ങുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പറായിട്ടുള്ള മന്ത്ലി ബഡ്ജറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിപ്പം നമ്മളുടെ കിച്ചണിലോട്ടുള്ളതായാലും ശരി, വേറെ എന്തൊക്കെ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ട് നമുക്ക് അറിയാലോ അല്ലേ. നമ്മൾ ആദ്യം ചെയ്ത എന്താണ്, ഇതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ, ഇൻകം എക്സ്പെൻഡിച്ചറും എത്ര ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതറിയുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഈ മാസം നമ്മൾ ഇതാണ് നമ്മളുടെ ബഡ്ജറ്റ്, ഇതിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്പെൻഡ് ചെയ്യാണ് എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പർച്ചേസിന് പോവുകയാണ്, ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ബൈയിങ് വന്നിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോണത് അല്ലേ. അപ്പം നമ്മൾ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഇതാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്, നമ്മൾ ലിസ്റ്റ് ഇടുന്നത് എന്താണ്, ഇത്രയാണ്, ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതേപോലെ ഇല്ല നമ്മൾ ഡ്രസ് ബൈയിങ്ങോ ഗോൾഡ് ബൈയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെടും എക്സ്പെൻഡിച്ചറിൽ. നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോണ എന്താണ്, ഇതാണ്. അപ്പോൾ 30,000 ആണ് നമ്മൾ പ്ലാനിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ഔട്ടൊക്കെ ചെയ്തിട്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ഓഫേഴ്സൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓവറായിട്ട് ബൈ ചെയ്യും. അങ്ങനെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നമ്മളെ കൊണ്ട് തന്നെ അന്താടിച്ച് ആ ഒരു എക്സ്ട്രാ ക്യാഷ് ചിലവാക്കുന്നില്ലേ, അതിലേക്ക് പോവാണ്ടിരിക്കാനായിട്ട് നമ്മൾ. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന കുറച്ച് കുറയ്ക്കാം. നമുക്ക് ഡെബിറ്റ് കാർഡ്സോ അല്ലെങ്കിൽ UPI പേയ്മെൻറ്റോ ക്യാഷോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ നമുക്ക് പെർസെൻറ്റേജും ടാക്സസും ഒക്കെ അധികമായിരിക്കും, അതൊക്കെ കട്ടാവും. അത് മാത്രമല്ല, ക്രെഡിറ്റിനല്ലേ കിട്ടുന്നത് എന്നുള്ളൊരു, നമ്മൾ പിന്നെ പേ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ഐഡിയയിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിലെടുത്ത പേ ചെയ്യേണ്ടതെന്നല്ല, എക്സ്ട്രാ പേ ചെയ്യണം. അപ്പം നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സ്ട്രാ ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബൈ ചെയ്യാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അപ്പം അതിന് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്നുമില്ലെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പേ ചെയ്യുക, അല്ലെങ്കിൽ GPay അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് നോക്കേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ പലപ്പോഴും അബദ്ധം പറ്റുന്ന കാര്യമാണ്. നമ്മളെല്ലാം പ്ലാൻ ചെയ്യും, എന്നിട്ട് വെളിയിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്സൈഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് കുറച്ച് കുറയ്ക്കുക. ഓക്കെ, നമ്മളിപ്പം പ്ലാൻ ചെയ്യുക. ഇപ്പം വെളിയിൽ നിന്ന് കഴിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്. അപ്പം മന്ത്ലി ഇപ്പോൾ വീക്ക്ലി ഫുള്ളായിട്ട് വീട്ടിൽ നിന്ന് കഴിച്ച് ഒരു നേരമോ 2 നേരമോ നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെയല്ല, നമ്മൾ വെളിയിൽ നിന്ന് ഔട്ടിങ്ങിന് പോകുമ്പോൾ വെളിയിൽ നിന്നാണ് ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ അതൊന്ന് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ വീക്ക്ലി 1 or 2 അങ്ങനെ ആക്കി മാറ്റുക. അല്ലാതെ കൂടുതൽ വെളിയിൽ നിന്ന് കഴിച്ചിട്ട് കുറച്ച് മാത്രം വീട്ടിൽ കുക്ക് ചെയ്യണം, ആ പ്രവണത നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വന്നിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഔട്ട്സൈഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് കുറച്ച് പോയിന്റ് എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മന്ത്ലി ആണ് നമുക്ക് സാലറി വരുന്നതെന്ന് വെച്ചാൽ മന്ത്ലി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മന്ത്ലി വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ
നമ്മൾ എന്ത് ചെയ്യണ്ട, ഇടയിൽ പോയിട്ട് ഇങ്ങനെ വാങ്ങിക്കണ്ടേ, കുറച്ച് വാങ്ങിക്കുമ്പോൾ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് പോകും. ഇവിടെയൊക്കെ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഗണേശ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ, 1st to 30 വരെ ഉള്ളതിൽ ഫസ്റ്റ് വീക്ക് നമ്മൾ മന്ത്ലി പർച്ചേസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഗ്രോസറീസ് ആയാലും വെജിറ്റബിൾസ് ആയാലും. പിന്നെ വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, വെജിറ്റബിൾസ് അത്ര അധികം വാങ്ങിച്ചു വെക്കില്ല, കുറച്ച് വാങ്ങിച്ചു വെക്കുള്ളൂ. അപ്പോൾ ഗ്രോസറീസ് ആണെന്ന് വെച്ചാൽ ഒരു മാസത്തെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു മാസത്തെ ഒന്നിച്ച് പർച്ചേസ് ചെയ്യും. അപ്പം ഈ ഇടയിലുള്ള വാങ്ങലൊന്നും ഉണ്ടാവില്ല. ഈ ഒരു നമ്മൾ എന്തൊക്കെയാണ് ഗണേശൻ്റെ ഒരു എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഫസ്റ്റ് വീക്ക് പറയും ലിസ്റ്റ് ഔട്ട് ചെയ്തോ, എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ വാങ്ങിക്കോ, പക്ഷേ ഇടയിലുള്ള പർച്ചേസ് എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ മന്ത്ലി ഒരു ബൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും കുറച്ച് ഹോൾസെയിൽ ഷോപ്പിലോ അല്ലെങ്കിൽ കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്ന പ്രൈസ് കുറച്ച് ലെസ്സായിട്ട് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്സിലോ അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഒരു മാസത്തിലോട്ടുള്ളതെന്ന് വെച്ചാൽ, ഇല്ല വീക്ക്ലി സാലറി വരുന്നവരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യുക, 1 വീക്കിലോട്ട് നമ്മൾ വാങ്ങിക്കുക. നമ്മൾ ഒരാഴ്ചയ്ക്കായാലും ഒരു മാസത്തേക്കായാലും വാങ്ങുമ്പോൾ ഒരു 1-1.5 മാസത്തോളം വരുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെ ഞാനൊരു ഫസ്റ്റ് മന്തിലോട്ടുള്ള ഒരു മാസത്തിലോട്ടുള്ള ഇത് വാങ്ങിക്കുമ്പോൾ എനിക്ക് 1-1.5 മാസമൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോയി പർച്ചേസ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യുക. വീക്ക്ലിയോ മന്ത്ലിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കിട്ടും. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഈ മാസം നമ്മൾ ഇത്ര രൂപ സേവ് ചെയ്യണം, നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വിചാരിച്ച ടാർഗറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു 75% എങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റ് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുക ഫസ്റ്റ് മന്ത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, വിചാരിക്കുക എന്നുള്ളതിൽ കൂടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, സേവിങ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നതിലുപരി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതി വെക്കുക. നമ്മൾ മന്ത് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ ഇപ്പം ഡയറി ഒക്കെ എഴുതുന്നവർ പരിചയമുള്ളവരാണെന്ന് വെച്ചാൽ അവർ നോട്ട് ചെയ്യും. ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മാസം നമ്മൾ ബഡ്ജറ്റും ഒക്കെ ഇട്ടതിന് ശേഷം ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മാസം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ തിങ്സ് ടു ഡു പോലെ എഴുതി വെക്കും. അപ്പം അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒന്ന് നമ്മളുടെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാവും. നമ്മൾ ഡെയിലി വന്നിട്ട് മോർണിംഗ് എന്തെങ്കിലുമൊക്കെ എഴുതുന്ന കൂട്ടത്തിലുള്ളതെന്ന് വെച്ചാൽ അത് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു മനസ്സിലെപ്പോഴും അത് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരുപാട് സ്പെൻഡ് ചെയ്യുകയൊന്നും ചെയ്യില്ല. പിന്നെ ഈ മാസം എനിക്കിപ്പം 1000 രൂപയെ പറ്റുള്ളൂ വെച്ചാലും ഈ മാസം എനിക്കൊരു 1000 രൂപ സേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കുക, നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യുക. ആ ടാർഗറ്റിലോട്ട് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക മാത്രമല്ല അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഹാർഡ് വർക്കും ചെയ്യുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മാസം നമ്മളുടെ സേവിങ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം അതിന് വന്നിട്ട് നമ്മൾ ക്യാഷ് കയ്യിൽ വെച്ചിട്ട് സേവ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് മന്ത്ലി RD ഇടാം. RD അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, RD അറിയാത്തവരാരും ഇല്ല. എന്നാലും റിക്കറിങ് ഡെപ്പോസിറ്റ്, അതായത് നമ്മൾ മന്ത്ലി ഇപ്പോൾ 500 ആണെന്ന് വെച്ചാൽ എല്ലാ മന്ത്ലി നമ്മൾ 500 എന്ത് ചെയ്യുക, ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുക. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ബാങ്കിലുണ്ട്, അതേപോലെ പോസ്റ്റ് ഓഫീസിലുണ്ട്, എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, RD ചേരാം. അപ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങളെ കൊണ്ട് 100 രൂപ തൊട്ട് RD നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 100 രൂപയെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അത് ബാങ്കിൽ തന്നെ പോകണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ബാങ്കിൻ്റെ ആപ്സ് ഒക്കെ ഇല്ലേ, അതിൽ തന്നെ RD എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. നോർമലി RD ഒരു 2 ഇയേഴ്സിനും 1 ഇയറിനൊക്കെ ഉണ്ടാവുക. അപ്പം നിങ്ങളൊരു 100 റുപ്പീസ് ആണെങ്കിലും ഇപ്പോൾ 1 ഇയറിനെ കൂടുന്നതെന്ന് വെച്ചാൽ അതായില്ലേ 1200 രൂപയായില്ലേ. അപ്പം 1200 രൂപയാകുമ്പോൾ നിങ്ങൾക്ക് 1 ഇയറിലത് മെച്യൂരിറ്റി ആവും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ 1200 വർഷം കഴിഞ്ഞിട്ട് മെച്യൂർ ആയി കഴിഞ്ഞാൽ അത് എടുത്താൽ നമുക്ക് അത് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും സേവിങ്സിലോട്ട് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് സ്കീമിൽ എന്തെങ്കിലും ചേരാം. മന്ത്ലി വലിയ എമൗണ്ടൊന്നും വേണമെന്നില്ല, ചെറിയ 500 രൂപ തൊട്ടുള്ള ഗോൾഡ് സ്കീംസ് ഉണ്ട്. പിന്നെ എസ്പെഷ്യലി പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ തങ്കമയിൽ ജ്വല്ലറിയിൽ ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, 100 റുപ്പീസ് തൊട്ട് എത്ര വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സേവ് ചെയ്യാം അതിലോട്ട്. പിന്നെ 12 മന്ത്സ് കഴിയുമ്പോൾ നമുക്കത് ഗോൾഡായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്.
ഫിക്സഡ് ആയിട്ടുള്ള ഗോൾ സ്കീംസും അവൈലബിൾ ആണ്, ഇതേപോലെയുള്ള ഗോൾ സ്കീംസ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇങ്ങോട്ടാണ് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് പോകണ്ടേ എന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾക്ക് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ മനസ്സിലൊരു മന്ത്ലി സേവിങ്സിന് ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ ഒരുപാട് ലക്ഷറി പ്രൊഡക്ട്സിൻ്റെ EMIയിലൊന്നും വന്നിട്ട് പോവാണ്ടിരിക്കുക. ഒരുപാട് EMI ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇല്ലെങ്കിൽ ഫോണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ EMIയിൽ കിട്ടും ഇല്ലേ. ഗോൾഡ് വരെ EMIയിൽ കിട്ടുന്ന കാര്യമാണ് കാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് EMIs ഒന്നും എടുത്ത് തലയിൽ വെക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. തീരെ എടുക്കരുതെന്നല്ല, നമ്മളുടെ ഓരോരുത്തരെയും സാഹചര്യം ഓരോന്നാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ ആവശ്യമുണ്ടാകുമ്പോൾ നമ്മളത് വാങ്ങിക്കും. പക്ഷെ അതിനൊരു ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുക. ഒരുപാടൊന്നും വാങ്ങിക്കാതെ നമുക്ക് താങ്ങാൻ പറ്റുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിക്കുക. അപ്പം EMIസിൻ്റെ ഈ ലക്ഷറി പ്രൊഡക്ട്സ് ഒക്കെ EMIക്ക് എടുക്കുന്നത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് ഡ്യൂറിങ് ഓഫേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും ഓഫേഴ്സ് ഉള്ള ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സാധിക്കില്ല, എന്നാലും നമ്മളിപ്പം ഫോണോ ഇലക്ട്രോണിക്സ് എന്തെങ്കിലും വാങ്ങുകയാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ പൊങ്കൽ, ദീപാവലി ഒക്കെ വരുമ്പോൾ നല്ല ഓഫേഴ്സ് ആയിരിക്കും. കേരളത്തിലാണെന്ന് വെച്ചാൽ ഓണം, വിഷു, പെരുന്നാളൊക്കെ വരുമ്പോൾ, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നല്ല ഓഫർ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മന്ത്ലി പർച്ചേസിൻ്റെ കാര്യമാണ് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ റിലയൻസിലാണെങ്കിൽ നമുക്ക് വെനസ്ഡേ ഓഫേഴ്സ് ഉണ്ടാവും. 1+1 ഓഫർ ഉണ്ടാവും, 50% ഓഫ് ഉണ്ടാവും, 1+2 ഉണ്ടാവും. അതേപോലെ ബ്രെഡ്, എഗ്ഗ് ഇതൊക്കെ വന്നിട്ട് നമുക്ക് 15 റുപ്പീസ് പാക്കുകൾ. ഓക്കെ. അപ്പോൾ 15 റുപ്പീസ്, 10 റുപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് ബ്രെഡൊക്കെ 10 റുപ്പീസിന് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വന്നിട്ട് നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിനേക്കാളും കുറച്ച് കുറവ് കിട്ടുമ്പോൾ നല്ലതല്ലേ. പിന്നെ പറയാനുള്ളത് ഒരു എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ഒരു എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരികയാണ്, ഇല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, പെട്ടെന്ന് നമുക്കൊരു ട്രാവൽ ഉണ്ട്, പെട്ടെന്ന് പോയേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ മന്ത്ലി ഇൻകം വന്നതിനനുസരിച്ച് എത്ര സ്പെൻഡ് ചെയ്താലും നമ്മൾ അതിന് കുറച്ച് എമൗണ്ട് എടുത്ത് എന്ത് ചെയ്യണം, ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് നാളെ ഹോസ്പിറ്റൽ കേസോ എങ്ങോട്ടെങ്കിലും ട്രാവലോ പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ. ഹോസ്പിറ്റൽ ബില്ല് കുറച്ചധികമായി, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് എത്ര ഇൻഷുറൻസ് കാർഡ് എന്തുണ്ടായാലും ശരി നമ്മളൊരു എമർജൻസി ഫണ്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കൂടുതൽ അത്യാവശ്യമാണ്, അതില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കടം മേടിക്കാനായിട്ട് ശ്രമിക്കുക. അത് ക്യാഷ് ആയാലും ശരി, വലിയ നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്ന് വെച്ചാലും കൂടിയിട്ട് അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ചുമ്മാ കടം വാങ്ങിച്ച് വെക്കരുത്. ഓക്കെ, ജസ്റ്റ് അതില്ലെങ്കിലും എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് വാങ്ങിക്കാണ്ട് ഇരിക്കാം. ഓക്കെ, നമ്മളത് കുറച്ച് ക്യാഷ് സേവ് ചെയ്തിട്ട് നമുക്കത് പിന്നെ വാങ്ങിക്കാം, മാറ്റി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മാസവും 30 ആയിക്കഴിഞ്ഞാൽ, എല്ലാ മാസം അവസാനം ആയിക്കഴിഞ്ഞാൽ ആ മാസത്തിൽ നമ്മളുടെ സ്പെൻഡിങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഡേ തൊട്ട് 30 ഡേയ്സ് വരെ നമ്മളുടെ സ്പെൻഡിങ് നമ്മൾ എത്രയൊക്കെ ചിലവാക്കിയിട്ടുണ്ട് ഈ മാസം എന്നുള്ളത്, എന്ത് ചിലവും ആയിക്കോട്ടെ നമ്മളൊരു നോട്ടിൽ നോട്ട് ഔട്ട് ചെയ്യുക. അങ്ങനെ നോട്ട് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ഒരു ലാസ്റ്റ് 30-31 ഒക്കെ ആകുമ്പോൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കി ഈ മാസം നമ്മൾ എന്തുമാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാജ്വലി അടുത്ത മാസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, സ്പെൻഡിങ് കുറച്ച് കുറച്ചിട്ട് നമ്മൾ മണി സേവ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ.